ഹരി ഓം ചിന്മയ സദ്ഗുരവേ നമഃ. ചിന്മയം വ്യാപി യത് സർവം ത്രൈലോക്യം സചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. 108 വർഷങ്ങൾക്ക് മുമ്പ് കേരളം ഒരു മഹത് വ്യക്തിയുടെ ജനനത്തിന് സാക്ഷ്യം വഹിച്ചു. ആ മഹത് വ്യക്തിത്വമാണ് സ്വാമി ചിന്മയാനന്ദ സരസ്വതി. 1916 മെയ് മാസം 8-ാം തീയതി കേരളത്തിൽ ഭൂജാതനായി ആഗോളതലത്തിൽ പ്രശസ്തനായ ഗുരുദേവൻ ചിന്മയാനന്ദജിയെ ശൈശവകാലത്തിൽ ശ്രീമദ് ചട്ടമ്പി സ്വാമികൾ അനുഗ്രഹിച്ചു. ആ അനുഗ്രഹ സ്പർശം ഏറ്റുവാങ്ങിയ പൂർവാശ്രമത്തിൽ ബാലകൃഷ്ണ മേനോൻ എന്നറിയപ്പെട്ടിരുന്ന ചിന്മയാനന്ദജി തന്റെ സ്വരൂപത്തെ അന്വേഷിച്ച് ഇറങ്ങുകയും യഥാർത്ഥ ധർമ്മത്തെ തിരിച്ചറിഞ്ഞ് തന്റെ കടമകൾ നിർവഹിക്കുകയും ചെയ്തു. പത്രപ്രവർത്തകനും അഭിഭാഷകനും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന ഇദ്ദേഹം ഒരു യഥാർത്ഥ മനുഷ്യ സ്നേഹിയായിരുന്നു. മനുഷ്യ നന്മയ്ക്ക് പ്രവർത്തിച്ച അദ്ദേഹം തന്റെ ജീവിതത്തെ ജനങ്ങൾക്കായി സമർപ്പിച്ചു. ഭഗവത്ഗീതയിലെ മാഹാത്മ്യം മനസ്സിലാക്കിയ ചിന്മയാനന്ദജി ഭഗവത്ഗീതയിലെ ആശയങ്ങൾ ജനമനസ്സുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിച്ചു. തന്റെ കർമ്മപദം മനസ്സിലാക്കിയ ഇദ്ദേഹം 500-ൽ പരം ഗീതാനാന യജ്ഞത്തിലൂടെ ജനമനസ്സുകളിൽ സ്ഥാനം നേടി. ഭഗവത്ഗീതയുടെ മഹത്വത്തെ ആഗോളതലത്തിൽ എത്തിച്ച സ്വാമി ചിന്മയാനന്ദ സരസ്വതിയുടെ 108-ാം ജന്മദിനത്തിൽ നരുവാമൂട് ചിന്മയ വിദ്യാലയ 108 ഗീതാ ശ്ലോകങ്ങൾ ലളിതമായ വ്യാഖ്യാനത്തിലൂടെ നിങ്ങളുടെ മുന്നിൽ സവിനയം സമർപ്പിക്കുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അത തൃതീയോധ്യായഃ കർമ്മയോഗഃ. അർജുന ഉവാച ജ്ഞായസി ചേത് കർമ്മണസ്തേ മതാ ബുദ്ധിർജനാർദ്ദന തത്കിം കർമ്മണി ഘോരേ മാം നിയോജയസി കേശവ. അർജുനൻ ചോദിച്ചു, അല്ലയോ ജനാർദ്ദന, ജ്ഞാനം കർമ്മത്തെക്കാൾ ഏറെ ശ്രേഷ്ഠമാണെന്നാണ് അങ്ങയുടെ അഭിപ്രായമെങ്കിൽ, ഹേ കേശവ, ആ ഘോരമായ കർമ്മത്തിൽ എന്തിന് നീ എന്നെ നിയോഗിക്കുന്നു? ഹരിയോ. ഭാരതീയ ഇതിഹാസ ഗ്രന്ഥമായ മഹാഭാരതത്തിന്റെ ഭാഗമായ ആത്മജ്ഞാനിയുടെ ഗീതം എന്നറിയപ്പെടുന്ന പദ്യഭാഗങ്ങളാണ് ഭഗവത്ഗീത എന്നറിയപ്പെടുന്നത്. ഹൈന്ദവരുടെ ഒരു പ്രധാന വിശുദ്ധ ഗ്രന്ഥമാണ് ഭഗവത്ഗീത. ഭഗവാന്റെ ഗീതമെന്നാണ് ഭഗവത്ഗീതയെ അറിയപ്പെടുന്നതെന്നാണ് സംസ്കൃതത്തിൽ രചിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിലെ 18 അധ്യായങ്ങളിലായി പാണ്ഡവ വീരനായ അർജുനനും തേരാളിയായ ശ്രീകൃഷ്ണനും തമ്മിലുള്ള സംഭാഷണങ്ങൾ സജ്ജൻ പ്രതിപാദിക്കുന്നതായാണ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. കർമ്മയോഗം, ജ്ഞാനകർമ്മയോഗം, അർജുന വിഷാദയോഗം, സാഖ്യയോഗം, ധ്യാനയോഗം എന്നിങ്ങനെയാണ് 18 അധ്യായങ്ങൾ. ഇന്ന് ഞാനിവിടെ കർമ്മയോഗമായ 3-ാം അധ്യായത്തിലെ 21-ാം ശ്ലോകമാണ് ചൊല്ലാൻ പോകുന്നത്. യദ്യദാചരതി ശ്രേഷ്ഠഃ തത്തദേവേതരോ ജനഃ സയത് പ്രമാണം കുരുതേ ലോകസ്തദനുവർത്തതേ. ശ്രേഷ്ഠൻ എന്തെല്ലാം ചെയ്യുന്നുവോ അതുതന്നെ മറ്റുള്ള ജനങ്ങളും ചെയ്യുന്നത്. അവൻ എന്തിനെ പ്രമാണമായി കരുതുന്നുവോ അതുതന്നെ ലോകവും അനുകരിക്കും. ഹരി. ശ്രീ ഭഗവാനുവാച കുതസ്ത്വാകശ്മലമിദം വിഷമേ സമുപസ്ഥിതം അന്തര്യജുഷ്ടമസ്വർഗ്യം അകീർത്തികരം അർജുന. ശ്രീ ഭഗവാൻ പറഞ്ഞു, ഹേ അർജുന, ഈ വിഷമഘട്ടത്തിൽ ശ്രേഷ്ഠന്മാർ കൈക്കൊള്ളാത്തതും ആചരിക്കാത്തതും സ്വർഗപ്രാപ്തിക്കുതകാത്തതുമായ ഈ മൗഢ്യം നിനക്ക് എവിടെ നിന്ന് വന്നു ചേർന്നു? ഹരിയോ. ഓം നമോ ഭഗവതേ വാസുദേവായ. 2-ാധ്യായം 14-ാം ശ്ലോകം. മാർത്താ സ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖ ദുഃഖദാ ആഗമാ പാണിനോ നിത്യ താം സ്ഥിതിക്ഷസ്വ ഭാരത. അർത്ഥം: ഹേ അർജുന, ഇന്ദ്രിയ വിഷയബന്ധങ്ങളിലാവട്ടെ ശീതം, ഉഷ്ണം, സുഖം, ദുഃഖം എന്നിവയെ ഉണ്ടാക്കുന്നവയും വന്നും പോയും ഇരിക്കുന്നവയും അസ്ഥിരങ്ങളാകുന്നു. ഹേ അർജുന, അവയെ സഹിച്ചാലും. ഓം തത്സത്. ഓം
നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അത തൃതീയോധ്യായഃ കർമ്മയോഗഃ. ശ്രീഭഗവാനുവാച അന്നാത് ഭവന്തി ഭൂതാനി പർജന്യാദന്ന സംഭവഃ. യജ്ഞാത് ഭവതി പർജന്യോ യജ്ഞകർമ്മ സമുദ്ഭവഃ. അന്നത്തിൽ നിന്ന് ഭൂതങ്ങൾ ഉണ്ടാകുന്നു, മഴയിൽ നിന്ന് അന്നവും ഉത്ഭവിക്കുന്നു. യജ്ഞത്തിൽ നിന്ന് മഴ ഉണ്ടാകുന്നു, യജ്ഞം കർമ്മത്തിൽ നിന്നുണ്ടാകുന്നു. ഹരിയോ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 3 കർമ്മയോഗം ശ്ലോകം 13. യജ്ഞശിഷ്ടാശിനഃ സന്തോ മുച്യന്തെ സർവകിൽബിഷൈഃ ഭുഞ്ജതേ തേ ത്വഖം പാപ യേ പചന്ത്യാത്മകാരണാത്. യജ്ഞത്തിൽ ശേഷിക്കുന്നത് മാത്രം. യജ്ഞം ചെയ്ത് ശേഷിക്കുന്നതായ വസ്തുക്കളെ അനുഭവിക്കുന്ന സജ്ജനങ്ങൾ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തി നേടുകയാണ്. എന്നാൽ തങ്ങൾക്കു വേണ്ടി തന്നെ ഭോഗസഞ്ചയം ചെയ്യുന്നവർ പാപങ്ങളെ തന്നെ ഭുജിക്കുകയാണ്. ഹരിയോ. ഓം നമോ ഭഗവതേ വാസുദേവായ നമഃ. അത തൃതീയോധ്യായഃ നൈവ തസ്യ കൃതേനാർത്തോ നിരാകൃതേനേഹ കശ്ചന ന ചാസ്യ സർവഭൂതേഷു കശ്ചിദർദ്ധവിപാശ്രയഃ. അവൻ ഈ ലോകത്ത് കർമ്മം ചെയ്തത് കൊണ്ടും ഒന്നും തന്നെ ഇല്ല, ചെയ്തില്ലെങ്കിലും ഒന്നും തന്നെ ഇല്ല. അവന് ജീവികളോടും ഒന്നിലോടും സ്വപ്രയോജനമായ ഒന്നും തന്നെ ഇല്ല. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ത്യക്ത്വാ കർമ്മഫലാസംഗം നിത്യതൃപ്തോ നിരാശ്രയഃ കർമ്മണ്യഭി പ്രവൃത്തോപി നൈവ കിഞ്ചിത് കരോതി സഹ. കർമ്മഫലത്തിലുള്ള ആസക്തി വെടിഞ്ഞ് നിത്യതൃപ്തനായി ഒന്നിനെയും ആശ്രയിക്കാതിരിക്കുന്നവൻ കർമ്മത്തിലേർപ്പെട്ടിരുന്നാലും അവനൊന്നും ചെയ്യുന്നില്ല തന്നെ. ഓം നമോ ഭഗവതേ വാസുദേവായ നമഃ. അത തൃതീയോധ്യായഃ കർമ്മയോഗഃ. ശ്രീഭഗവാനുവാച ശ്ലോകം 12. ഇഷ്ടാൻ ഭോഗാൻ ഹി വോ ദേവ ദാസ്യന്തെ യജ്ഞഭാവിതാഃ ഹൈതത്താന പ്രദായൈഭ്യോ യോ സുക്തേസ്തേന ഏവ സഹ. എന്തെന്നാൽ ഇഷ്ടപ്പെടുന്ന സുഖങ്ങൾ നിങ്ങൾക്ക് യജ്ഞം കൊണ്ട് സന്തുഷ്ടരായ ദേവന്മാർ തരും. അവർ തന്ന വസ്തുക്കളെ അവർക്ക് കൊടുക്കാതെ ഭുജിക്കുന്നവനാരോ അവൻ കള്ളൻ തന്നെയാണ്.